അതാ ചേച്ചി എവിടെയെങ്കിലും ഫോൺ വെച്ചിട്ട് പോവാണ്. ഞാൻ കണ്ടില്ലെങ്കിൽ എവിടെ വെച്ച് ഞാൻ ആ സൈഡിൽ നിന്നാ ഓക്കെ റെഡിയല്ലേ ആ മുറിച്ച് ചേച്ചി വൈറസ് കൈ മാറ്റി ചേട്ടാ
ഇവര് പറയാൻ തുടങ്ങി. വരില്ല പറഞ്ഞു. ശോഭാ സുരേന്ദ്രന്റെ പിറന്നാളാണെന്ന് ഇവിടെ ഈ പ്രധാന തിരക്കിനിടയിലും പ്രവർത്തകർക്കൊപ്പമാണ് ഇപ്പോൾ ഇവിടെ പിറന്നാൾ ആഘോഷിച്ചത്. സാധാരണ പിറന്നാൾ അങ്ങനെ ആഘോഷിക്കുന്ന പതിവില്ല എന്നാണ് കേട്ടിരിക്കുന്നത്. ഇതിപ്പോ ഒരു പ്രവർത്തകരുടെ ഒരു സ്നേഹം ഈ തിരക്കിനിടയിൽ അല്ലേ? ഞാൻ പല തെരഞ്ഞെടുപ്പുകളിലും നമ്മൾ മത്സരിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ആ സമയത്ത് ഇതിനു മുൻപും ആ തെരഞ്ഞെടുപ്പ് സമയത്ത് ബർത്ത്ഡേ വരാറുള്ള സമയങ്ങളുണ്ടായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഓർക്കുന്നത് കഴക്കൂട്ടം നിയോജകമണ്ഡലത്തിലാണെന്ന് തോന്നുന്നു. അവിടെ ഒരു മാലിന്യ നിർമ്മാർജ്ജന പ്രശ്നവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് ദിവസം നീണ്ടു നിന്ന ഒരു സമരം ഉണ്ടായിരുന്നു. അപ്പം ആ സമരഭൂമിക്കരികിലൂടെ യാത്ര ചെയ്യുന്ന സമയത്താണ് അന്ന് അവിടുത്തെ പ്രവർത്തകന്മാർ ഒരു റോഡിൽ കേക്ക് മുറിച്ചുകൊണ്ട് ഇതുപോലെ എന്നോട് ആവശ്യപ്പെട്ടു, പേരെഴുതി. അവര് ചിന്തിക്കുകയാണ്. ഞാൻ സത്യത്തിൽ ഇന്ന് എനിക്ക് വിവിധങ്ങളായിട്ടുള്ള പ്രദേശങ്ങളിലെ പരിപാടി ഉണ്ടായിരുന്നു. ഞാൻ വളരെ വൈകിട്ടാണ് അറിഞ്ഞത്. സത്യത്തിൽ എന്നെ ആരും അറിയിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇങ്ങനെ ഒരു ഇത് എന്താ പറയുക, ഒരു പിറന്നാള് സർപ്രൈസ് ആയി പോയി. മാത്രമല്ല, ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നുണ്ടെങ്കിലും എനിക്ക് കേക്ക് മുറിക്കുകയും ആഘോഷങ്ങൾ നടത്തുകയും ചെയ്യുമ്പോൾ ഒരുപാട് എൻ്റെ കുട്ടികൾ വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകൾ, ഞാൻ തന്നെ എൻ്റെ മക്കളെ പോലെ തന്നെ ഞാൻ കൊണ്ടു നടക്കുന്ന ഒരു 100-നടുത്ത് വരുന്ന കുട്ടികളുണ്ട്. അപ്പൊ അവരാരും അറിഞ്ഞിട്ടില്ല. അപ്പൊ ഇതൊക്കെ ഇനി ഫേസ്ബുക്കിലൂടെയും അതുപോലെ തന്നെ വാർത്തയിലൂടെയും ഒക്കെ പുറത്തു വരുന്ന സമയത്ത് അവർ പറയും, ശോഭമ്മയുടെ പിറന്നാൾ ഞങ്ങളോടൊരു വാക്ക് പോലും പറഞ്ഞില്ല എന്ന് പറയല്ലോ എന്നുള്ള ആ ഒരു ടെൻഷൻ കൂടി വെച്ചുകൊണ്ടാണ് ഞാൻ നിൽക്കുന്നത്. പക്ഷേ ഇവര് എല്ലാവരും ചേർന്ന് തിരുവനന്തപുരത്തുനിന്ന് ISROയുടെ സീനിയറായിട്ടുള്ള ഒരു സയന്റിസ്റ്റ്, അദ്ദേഹവും അതുപോലെ തന്നെ ബാക്കി എൻ്റെ ഇവിടുത്തെ കുറേ സഹോദരന്മാരും ഒക്കെ ചേർന്നിട്ടാണ് ഈ കാര്യത്തെക്കുറിച്ച് ഇവർ പ്ലാൻ ചെയ്തത്. അപ്പം പെട്ടെന്ന് എല്ലാവരും കൂടി ഒരുമിച്ചിരിക്കുന്നു എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ അതൊരു പിറന്നാൾ എന്നുള്ള രീതിയിൽ എനിക്ക് ആദ്യമായിട്ടാണ്. ഇതൊരു ഉഷാറാണ്. നമുക്ക് സർപ്രൈസ് ആയിട്ട് കിട്ടുമ്പോൾ എന്തായാലും വലിയ സന്തോഷം തന്നെയാണ് പിറന്നാളിനൊക്കെ അല്ലേ? അല്ല, പക്ഷേ ഇപ്പോൾ സന്തോഷം, എല്ലാവരുടെയും സന്തോഷമാണല്ലോ അവരിവിടെ പ്രകടിപ്പിച്ചത്. അപ്പൊ സന്തോഷം മറ്റുള്ളവർക്ക് ഞാൻ മൂലം ഉണ്ടാവുക എന്ന് പറയുന്നത് ഞാനും അതിൽ സന്തോഷിക്കണം എന്നുള്ളതാണ്. അപ്പൊ തീർച്ചയായിട്ടും അത്, പക്ഷെ ഞാൻ ആഗ്രഹിക്കുന്നത്, പ്രതീക്ഷിക്കുന്നത് ഒരുപാട് സന്തോഷമുള്ള കുട്ടികളുള്ള ഒരു കേരളം. അതെന്നും എൻ്റെ സ്വപ്നമാണ്, എൻ്റെ ആഗ്രഹമാണ്. ഒരിക്കൽ ഒരു പ്രമുഖമായിട്ടുള്ള മാധ്യമം എന്നോട് ചോദിച്ചു, ശോഭാ സുരേന്ദ്രനെ ഏറ്റവും ഇഷ്ടമുള്ള ഒരു കാര്യം എന്താ എന്ന് ചോദിക്കുകയുണ്ടായി. ഇതുപോലെ ഞങ്ങളൊരു പാടവരമ്പിൽ അന്ന് വിഷു ആയിരുന്നു, തെരഞ്ഞെടുപ്പായിരുന്നു, വിഷു ആയിരുന്നു. അപ്പോൾ ഏറ്റവും ഇഷ്ടമുള്ള കാര്യം എന്താണെന്ന് ചോദിച്ച സമയത്ത് ഞാൻ പറഞ്ഞത്, ഞാൻ സ്വപ്നം കാണുന്നത് ഒരു 100 ഏക്കർ സ്ഥലം ഒരുമിച്ച് ഉണ്ടാവുക, ആ 100 ഏക്കറയിലകത്ത് കുറേ കുട്ടികൾ, അതുപോലെ തന്നെ ഇന്ന് നമ്മൾ കാണുന്നത് പോലെ പല സ്ഥലത്തും ഉപേക്ഷിക്കപ്പെട്ടിട്ടുള്ള അമ്മമാർ, അവരെല്ലാവരും ചേർന്നിരിക്കുക. അങ്ങനെ ഒരു സ്വപ്നമാണ് എനിക്ക് എൻ്റെ മനസ്സിൽ ഏറ്റവും ഇഷ്ടമുള്ള ഒരു കാര്യം എന്ന് ഞാൻ പറയുകയുണ്ടായി. ഇന്നലെ ഞങ്ങൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു ചേച്ചി ഒരു പൊതി തന്നു. അപ്പൊ ഈ പൊതി വഴിയിൽ വെച്ച് തന്ന സമയത്ത് പറഞ്ഞു, പേടിക്കൊന്നും വേണ്ട, പൈസയൊന്നുമല്ല, ഇത് വീട്ടിൽ കൊണ്ടുപോയിക്കോളാൻ പറഞ്ഞു. അപ്പൊ അങ്ങനെ ആ കൊണ്ടുവന്ന ഞങ്ങൾക്ക് തന്ന ഗിഫ്റ്റ് എന്ന് പറയുന്നത് വളരെ ദൂരം യാത്ര ചെയ്തിട്ട് ഒരമ്മ വന്നതാണ്. അപ്പൊ എൻ്റെ അളവിൽ എൻ്റെ ബ്ലൗസ് എന്നെ കണ്ടിട്ട് മാത്രം, അതായത് ഒരിക്കലും ഞാൻ എങ്ങനെയാണ് വസ്ത്രം ധരിക്കുന്നത് അല്ലെങ്കിൽ അത് കണ്ടിട്ട് ഒരു ബ്ലൗസ് സ്റ്റിച്ച് ചെയ്ത് ഒരു സാരിയും കൂടി എവിടെ നിന്നോ ഒരു അമ്മ കൊണ്ടുവന്ന് കാറിൽ തന്നു എന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ വളരെ ഒരു അത്ഭുതമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇന്നാണ് മീനമാസത്തിൽ ഉത്രട്ടാതി എന്ന് പോലും അറിയുന്നത് ആ അമ്മ വന്നപ്പോഴാണ്. കാരണം തെരഞ്ഞെടുപ്പിന്റെ ചൂടിൽ ഇതൊന്നും ഓർമ്മയുണ്ടായിരുന്നില്ല. തെരഞ്ഞെടുപ്പ് ചൂട് തന്നെയാണ് പറയാനുള്ളത്. അപ്പൊ പാലക്കാട് ആദ്യം ഇറങ്ങിയത് ശോഭാ സുരേന്ദ്രനാണ്, മറ്റു 2 മുന്നണിയേക്കാളും. എങ്ങനെയുണ്ട് പ്രചാരണം? അല്ല, വളരെ കഠിനമായിട്ടുള്ള പ്രവർത്തനമാണ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു നിമിഷം പോലും ഇരിക്കാതെ മുഴുവൻ ആളുകൾക്കിടയിലേക്കും എത്തിക്കൊണ്ട്, കാരണം കാണണമെന്ന് കൂടുതൽ ആളുകൾ ആഗ്രഹിക്കുന്നുണ്ട്. അതുകൂടാതെ ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന ആളുകൾ, അവരുടെയൊക്കെ ചെറിയ ടീമുകൾ രൂപീകരിച്ചുകൊണ്ട് അവർ നയം ഉണ്ടാക്കുകയാണ്. ഇപ്പോൾ എന്തായിരിക്കണം നമ്മുടെ കുട്ടികളുടെ ഭാവി എന്നതിനെക്കുറിച്ച് ചിന്തിക്കുന്നത് ഞങ്ങൾ രാഷ്ട്രീയക്കാരല്ല, മറിച്ച് ആ വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാഭ്യാസ വിചക്ഷണന്മാരെ ഇവിടേക്ക് അവരെത്തിയിട്ടുണ്ട്. അവരാണ് അതിനെക്കുറിച്ച് ചിന്തിക്കുന്നത്. ജലശക്തി മന്ത്രാലയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പാലക്കാടിന്റെ ജലദൗർലഭ്യം അത് പരിഹരിക്കാൻ വേണ്ടിയിട്ടും
ജലത്തിന്റെ സാന്ദ്രത അത് വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടും എന്ത് ചെയ്യണം എന്ന് ചിന്തിക്കുന്നത് ആ മേഖലയിൽ റിസർച്ച് ചെയ്യുന്ന ആളുകളാണ്. അപ്പോൾ ഞങ്ങൾ പൊതുപ്രവർത്തകർ എല്ലാ സമയവും ജനങ്ങൾക്കിടയിൽ എത്തി പ്രവർത്തിക്കുക എന്നുള്ള ദൗത്യം ഞങ്ങൾ ഏറ്റെടുക്കുകയും കാർഷിക മേഖല മുതൽ ഇവിടുത്തെ വികസനത്തിന്റെ ഓരോ ചുവടുവയ്പ്പുകളും അറിവും പ്രാപ്തിയും ഞങ്ങളെക്കാൾ കൂടുതൽ എത്രയോ അറിവും പ്രാപ്തിയുമുള്ള ആളുകളുണ്ട്. അവരെയെല്ലാം ഇരുത്തി അവരുടെ വാക്കുകൾ ഉൾക്കൊണ്ടുകൊണ്ട് ഞങ്ങൾ വലിയ രീതിയിലായിരിക്കും ഒരു വികസന രേഖ ഈ പാലക്കാട് അവതരിപ്പിക്കുന്നത്. ചോദിക്കുന്നത് UDF സ്ഥാനാർത്ഥി ഒരു നടൻ രമേഷ് പിഷാരടിയാണ്. അപ്പോൾ അദ്ദേഹം ഒരു ചലച്ചിത്ര രംഗത്തുള്ള ആളാണ്. അദ്ദേഹത്തിന്റെ ഒരു പോരാട്ടത്തെ പൊളിറ്റിക്കലായിട്ടാണോ കാണുന്നത്? അദ്ദേഹത്തിന്റെ വരവിനെ എങ്ങനെയാണ് കാണുന്നത്? അല്ല, ഞാൻ രാഷ്ട്രീയ പാർട്ടികൾ ഇങ്ങനെ വളരെ പെട്ടെന്ന്, അതായത് ഓരോ പ്രസ്ഥാനത്തിനും ആ പ്രസ്ഥാനത്തിൻ്റെതായിട്ടുള്ള അനുഭവജ്ഞാനമുണ്ട്, അതിൻ്റെതായിട്ടുള്ള കരുത്തുണ്ടാവും. അപ്പോൾ ഒരു രാഷ്ട്രീയ പാർട്ടി അതിശക്തമായിട്ട് ഒരു മത്സര രംഗത്ത് വരുന്ന സമയത്ത് ആ രാഷ്ട്രീയ പാർട്ടിയെ പ്രതിനിധീകരിക്കുന്ന ആളുകളെയാണ് ഞാൻ പ്രതീക്ഷിച്ചത് പാലക്കാട്. പ്രത്യേകിച്ച് ഏതൊരു തെരഞ്ഞെടുപ്പിൽ പോകുമ്പോഴും ഗടാഗടിയന്മാരായിട്ടുള്ള നേതാക്കന്മാർ ഓപ്പോസിറ്റ് നിൽക്കുക എന്നുള്ള ഒരു പ്രവണതയാണ് ഞാൻ ഇന്ന് വരെ കണ്ടിട്ടുള്ളത്. അതിൽ നിന്ന് വ്യത്യസ്തമായിക്കൊണ്ട് രണ്ട് മുന്നണികൾക്കും ഇത്തരത്തിൽ ഒരു പാലക്കാടുകാർ പ്രതീക്ഷിക്കാത്ത ഓരോ സ്ഥാനാർത്ഥികൾ വന്നു എന്നറിഞ്ഞപ്പോൾ ഞാൻ അതിനെ നോക്കിക്കാണുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അത് വിധി എഴുതേണ്ടത് പാലക്കാടിലെ ജനങ്ങളാണ്. ഞാൻ 3 പാർട്ടികളുടെയും പ്രവർത്തകന്മാർക്ക് വേണ്ടി കൂടിയാണ് കേരള നിയമസഭയിൽ പോകാൻ ആഗ്രഹിക്കുന്നത്. കാരണം ഇവിടെ രാഷ്ട്രീയം പറയാൻ രാഷ്ട്രീയത്തിന്റെ കരുത്തുള്ള അല്ലെങ്കിൽ രാഷ്ട്രീയത്തിന്റെ അനുഭവജ്ഞാനമുള്ള അവരുടെ സഹോദരി ഉണ്ടാകുമെന്നുള്ളൊരു പ്രതീക്ഷ അവരുടെ മനസ്സിലുണ്ടാവും. ഈ 2 മുന്നണി സ്ഥാനാർത്ഥികളും ലൈറ്റായി പോയെന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞത് എപ്പോഴും എന്റെ രാഷ്ട്രീയ അനുഭവത്തിൽ, ഇതെന്റെ 10ാമത്തെ തെരഞ്ഞെടുപ്പാണ്, ആ രാഷ്ട്രീയ തെരഞ്ഞെടുപ്പിന്റെ ചൂടിൽ ഞാൻ കണ്ടിട്ടുള്ളത് വലിയ നേതാക്കന്മാർ. ഇപ്പൊ ഇവിടെ തന്നെ 2014 മത്സരിക്കാൻ വരുന്ന സമയത്ത് ശ്രീമാൻ വീരേന്ദ്രകുമാർ ആയിരുന്നു, ശ്രീ MP രാജേഷ് ആയിരുന്നു. കഴിഞ്ഞ പാലക്കാടിൽ തന്നെ ഞാൻ 2ാം സ്ഥാനത്ത് വന്ന തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് 15 കൊല്ലം പാർലമെന്റിൽ പോയിട്ടുള്ള ശ്രീ NN കൃഷ്ണദാസ് ആയിരുന്നു. അപ്പോ അങ്ങനെ വലിയ രീതിയിലുള്ള മുന്നേറ്റങ്ങളാണ് തെരഞ്ഞെടുപ്പിന്റെ ഗോതയിൽ കണ്ടിട്ടുള്ളത്. അതിൽ നിന്ന് വളരെ വ്യത്യസ്തമായിക്കൊണ്ട് ഒരു തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികൾ 2 മുന്നണികളും അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് ഞാൻ നോക്കിക്കാണുകയാണ്. താങ്കൾ 2014 വന്നപ്പോഴാണ് BJPയുടെ 2ാം സ്ഥാനത്ത് എത്തിയത്, ആദ്യമായിട്ട് എത്തിയതെന്നാണ്. അപ്പോൾ അതിന്റെ ആത്മവിശ്വാസം താങ്കൾക്ക് എന്തായാലും ഉണ്ടാകും. അതാ ഞാൻ ചോദിക്കുന്നത്, അത് എത്രമാത്രം ആത്മവിശ്വാസമാണ് താങ്കൾക്ക് തരുന്നത് അന്നത്തെ ഒരു പോരാട്ടം? അല്ല, 2016 ശേഷം എത്രയോ വർഷങ്ങൾ ഇപ്പോൾ കഴിഞ്ഞുപോയി. അത് കഴിഞ്ഞ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ കോട്ടകളിലെല്ലാം പോയി പാർലമെന്റിൽ 2 പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു. അപ്പൊ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, ശോഭാ സുരേന്ദ്രൻ എന്ന് പറയുന്ന സ്ത്രീ, അവർ ഓരോ, ഇപ്പൊ ഉദാഹരണത്തിന് ഞാൻ പാർലമെന്റിൽ പോയി കാണണം എന്ന് ആഗ്രഹിക്കുന്നത് BJPക്കാർ മാത്രമല്ല. അതുകൊണ്ട് അതിന്റെ ഒരു റിഫ്ലക്ഷൻ കേരളത്തിൽ ഉണ്ടാവുന്നുണ്ട്. എന്റെ പ്രസ്ഥാനത്തിന്റെ കരുത്തും എന്റെ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകരുടെ കരുത്തും ഞാനും ഒരുമിച്ച് പോകുന്ന സമയത്ത് പബ്ലിക്കിന്റെ കൂടുതൽ ഒരു സ്നേഹവും ആനുകൂല്യവും കിട്ടാൻ ഭാഗ്യം ചെയ്തിട്ടുള്ള ഒരു സ്ത്രീ എന്നുള്ള രീതിയിൽ ഞാൻ അതിനെയെല്ലാം വളരെ സന്തോഷത്തോടുകൂടി കാണുകയാണ്. പാലക്കാട് തീർച്ചയായിട്ടും വലിയ ഭൂരിപക്ഷത്തിൽ വിജയിക്കാൻ ആവശ്യമായിട്ടുള്ള ആത്മവിശ്വാസമാണ് എനിക്ക് ലഭ്യമായിട്ടുള്ളത്. അവസാനമായിട്ട് ഒരു ചോദ്യം കൂടി, ഈ ന്യൂനപക്ഷ വോട്ടുകൾ കൂടുതലായിട്ട് കിട്ടുമെന്ന് വിചാരിച്ചിട്ടാണോ ഒരു NMR റസാഖിനെ പോലുള്ള ഒരു സ്ഥാനാർത്ഥി പൊതു സ്വതന്ത്രനെ LDF മത്സരിപ്പിക്കുന്നത്? പ്രത്യേകിച്ച് കാരണം സംഘപരിവാർ സംഘടനകൾക്ക് അങ്ങനെ ന്യൂനപക്ഷ വോട്ടുകൾ കിട്ടില്ല, അതൊക്കെ അവരിലേക്ക് പോകുമെന്നൊക്കെ വിചാരിച്ചിട്ടാണോ? എന്താണ് അതിന്റെ ടാക്ടിക്സ്? എങ്ങനെയാണ് BJP അതിനെ കാണുന്നത്? ആ കാലമൊക്കെ കഴിഞ്ഞുപോയി. കഴിഞ്ഞ ദിവസം ഞാൻ വിജയിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് പൊതുരംഗത്ത് ഞങ്ങൾ വളർത്തിക്കൊണ്ടുവന്ന ശ്രീമതി മുംതാസ് വന്ന് മുസ്ലിം മേഖലകളിലൊക്കെ അമ്മമാരോട് പറയുകയാണ്, എന്തെല്ലാം പദ്ധതികളാണ് ശ്രീമാൻ നരേന്ദ്രമോദി നടപ്പിലാക്കിയിട്ടുള്ളത് എന്നതിനെ കുറിച്ച് അവർ പറഞ്ഞു കൊടുക്കുകയാണ്. ഇപ്പോൾ പണ്ടൊക്കെ അങ്ങനെ പറഞ്ഞ് ഞങ്ങളെ മൈനോറിറ്റിയുടെ ഇടയിൽ നിന്ന് മാറ്റി നിർത്താനുള്ള വലിയ ഭഗീരഥ പ്രയത്നം നടക്കുന്നുണ്ടായിരുന്നു. ഒരു ചെറിയ അളവ് വരെ അത് വിജയിക്കാറുമുണ്ടായിരുന്നു. ആ കാലമെല്ലാം മാറിപ്പോയി. ശ്രീമാൻ നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ് എന്ന് പറയുന്നത് ആരോടുമില്ല പ്രീണനം എന്നുള്ളതാണ്. മാത്രമല്ല, സബ്കാ സാത്ത്, സബ്കാ വികാസ്, സബ്കാ വിശ്വാസ്, എല്ലാ മനുഷ്യരും ഒരുപോലെ ഭാരതത്തിൽ മുന്നേറണം എന്ന് ആഗ്രഹിക്കുന്ന ഭാരതീയ ജനതാ പാർട്ടിയാണ് ഞങ്ങൾ, അല്ലാതെ ഭാരതീയ ഹിന്ദു പാർട്ടി അല്ലല്ലോ. അപ്പോൾ ആ ഭാരതത്തിലെ മുഴുവൻ ജനങ്ങളുടെയും പ്രസ്ഥാനം എന്നുള്ള രീതിയിൽ ഞങ്ങൾ വിശ്വസിക്കുന്ന, ഞങ്ങളുടെ വിശ്വാസ പ്രമാണം എന്ന് പറയുന്നത് ലോകാ സമസ്ത സുഖിനോ ഭവന്തു എന്നാണ്. ഇത് രാവിലെ എണീറ്റ് പുറത്തേക്ക് ഇറങ്ങുന്നതിന് മുൻപ് ജപിക്കുന്ന ഒരു ജപമന്ത്രമുണ്ട്. അത് ഇങ്ങനെയാണ്: സർവേബി സുഖിന സന്തു, സർവേ സന്തു നിരാമയ, സർവേ ഭദ്രാണി പശ്യന്തു, മാ കശ്യ ദുഃഖമാപ്നുവേദ എന്നാണ്. അത് എല്ലാവരുടെയും ആരോഗ്യത്തിന് വേണ്ടിയിട്ട്, അവരുടെ സുഖത്തിന് വേണ്ടിയിട്ടുള്ള നമ്മുടെ ഈ രാഷ്ട്രത്തിന്റെ പ്രാർത്ഥനാ മന്ത്രമാണ്. അതിനകത്ത് ഒരിക്കലും BJPയെ അനവധി കാലം ഇനി മാറ്റി നിർത്താൻ സാധിക്കില്ല. ഇവിടുത്തെ മുസ്ലിം ഉമ്മമാർക്ക് വേണ്ടി
ഇവിടുത്തെ മുസ്ലിം പെൺകുട്ടികൾക്ക് വേണ്ടി ശോഭ കേരള നിയമസഭയിൽ സംസാരിക്കും എന്നുള്ള ഉറപ്പ് അവർക്കുണ്ടായിട്ടുണ്ട്, ക്രിസ്ത്യൻ സമൂഹത്തിനുണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഇനി അത് നടപ്പിലാകാൻ പോകുന്നില്ല എന്നാണ് എനിക്കിവിടെ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. അപ്പോൾ എല്ലാവിധ ജന്മദിന ആശംസകളും നേരുകയാണ്. മനോജപം മാരുത തുല്യദേവം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാദാത്മജം വാനരയോധമുഖ്യം ശ്രീരാമദൂതം അവരെ കഴിക്കരുത്തായിരുന്നു. മറ്റേ തെരഞ്ഞെടുപ്പും സ്ഥാനാർത്ഥിയുടെ ജന്മദിനവും ഒരുമിച്ച് വന്നാൽ അത് അടുത്ത ഘട്ടത്തിലാണ്. പാലക്കാട് NDA സ്ഥാനാർത്ഥിയായ ശോഭാ സുരേന്ദ്രന്റെ ജന്മദിനമാണ്. ഇന്നിപ്പോൾ സഹപ്രവർത്തകരെ മറ്റ് പാർട്ടി പ്രവർത്തകരൊക്കെ ഒരുമിച്ചുകൊണ്ട് അവർക്ക് ഒരു സർപ്രൈസ് ആയിട്ട് ജന്മദിനത്തിന് ഒരു കേക്ക് മുറിക്കലൊക്കെ ഒരുക്കിയിരിക്കുകയാണ്. അങ്ങനെ ജന്മദിനം ആഘോഷിക്കുന്ന ഒരാളല്ലാതെ കേട്ടിരിക്കുന്നത്. ഇപ്പോൾ തെരഞ്ഞെടുപ്പിന്റെ ഒരു ഓട്ടത്തിലായിരിക്കും, അതിന്റെ ഇടയിൽ കൂടെയാണ് ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിച്ചത്. എങ്ങനെ കാണുന്നു? അതിപ്പോ ഇന്നലെ ഒരു അമ്മ ഞങ്ങൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ വന്നു. അപ്പൊ അവര് ഒരു സാരിയും, എന്നെ അവർ കണ്ടിട്ടൊന്നുമില്ല ഇതിനു മുൻപ്, പക്ഷെ എൻ്റെ ഒരു ഏകദേശ എൻ്റെ ബ്ലൗസിന്റെ അടയാളവും ഒക്കെ നോക്കിയിട്ട് ഒരു ബ്ലൗസും തുന്നി കൊണ്ടുവന്ന് സാരിയും തന്ന് ഞങ്ങളെ വഴിയരികില് കണ്ട് യാത്ര പറഞ്ഞിട്ട് പോയി. അപ്പോഴാണ് ഞാൻ അറിയുന്നത് മീനമാസത്തിലെ ഉത്രട്ടാതി ഇന്നാണ് എന്ന്. അപ്പോൾ അതാരെങ്കിലും ഒക്കെ അറിഞ്ഞിട്ടുണ്ടാവും. പിന്നീട് ഇവിടെ വന്നിട്ടുള്ള പല പ്രദേശങ്ങളിൽ നിന്നും വന്ന ആളുകളുണ്ട്. ഇവിടുത്തെ എല്ലാവരും ചേർന്ന് ഇവര് എന്നോട് പോലും ആലോചിക്കാതെയാണ് ഇങ്ങനെ ഒരു പരിപാടി ഇവിടെ ചെയ്തത്. പക്ഷേ എപ്പോഴും പറയുന്നത് അന്നലക്ഷ്മിയും ധ്യാനലക്ഷ്മിയും അഷ്ടലക്ഷ്മിയും നമ്മുടെ അരികിലേക്ക് വരുന്ന സമയത്ത്, അത് പ്രത്യേകിച്ച് ഒരു തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് നിൽക്കുമ്പോൾ വേണ്ട എന്ന് പറയാൻ പാടില്ല എന്നാണ് പ്രമിള ചേച്ചി ഉൾപ്പെടെ ഇവിടെയുള്ള മുതിർന്ന എൻ്റെ ചേച്ചിമാരൊക്കെ പറഞ്ഞത്. അപ്പോൾ അതിൽ പിന്നെ ഒന്നുമില്ല, ഇപ്പൊ നടക്കുന്നു. എനിക്ക് അങ്ങനെ എപ്പോഴും ആഘോഷിക്കാറില്ല അല്ലേ? ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു എന്താ പറയാ ഒരു പിറന്നാൾ ചടങ്ങില് ഞാൻ നിൽക്കുന്നത്. ഇതിനു മുൻപ് തെരഞ്ഞെടുപ്പ് സമയത്ത് ഒരു വിഷു വന്നിരുന്നു. ആ സമയത്ത് അന്ന് വിഷു കൈനീട്ടം തരാൻ വേണ്ടിയിട്ട് ആളുകൾ ആറ്റിങ്ങൽ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. മറ്റൊന്ന് ഒരു വലിയ സമരം നടക്കുന്ന ഒരു സമരഭൂമിയിലായിരുന്നു. അപ്പൊ ഞങ്ങൾ ഉച്ചയ്ക്ക് 3 മണിയായി അവിടെ എത്തുമ്പോൾ. അന്ന് പിറന്നാളായിരുന്നു. പക്ഷെ അന്ന് അവരുടെ കൂടെ ഇരുന്നിട്ടാണ് കഴിച്ചത്. പക്ഷെ കഴിച്ചു കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു ഇന്ന് എൻ്റെ പിറന്നാളായിരുന്നു എന്ന് ഞാൻ പറയണ്ടായി. പിന്നെ അത് കഴിഞ്ഞ് തിരിച്ച് ഞങ്ങൾ ഇറങ്ങി വരുന്ന വഴിയിലൊക്കെ 2-3 സ്ഥലങ്ങളിൽ കേക്കുമായിട്ട് ആൾക്കാർ കാത്തു നിന്നു. അപ്പോൾ ഇത് ഒരു വിധി ഇങ്ങനെ ഉണ്ടായിരിക്കും, സന്തോഷകരമായിട്ടുള്ള. പെട്ടെന്ന് എല്ലാവരും ഇങ്ങനെ ചുറ്റും കൂടി ഈ ഒരു ജന്മദിനാശംസകളൊക്കെ അറിയിച്ചപ്പോൾ ശരിക്കും വലിയ സന്തോഷമായി. അല്ല, ഇതിൽ എനിക്കിപ്പോ വലിയ വേദന എന്ന് പറയാൻ പാടില്ല. പക്ഷെ എനിക്കൊരു ആശങ്ക എന്താണെന്ന് അറിയുമോ? ചില ആളുകളൊക്കെ വന്നു, ചില ആളുകളെയൊന്നും വിളിക്കാൻ പറ്റിയിട്ടില്ല. അപ്പൊ ഇതിന്റെ സംഘാടകർക്ക് ആരെ വിളിക്കണം ആരെ വിളിക്കണ്ട എന്നറിയില്ല. കാരണം അവര് BJP പ്രവർത്തിക്കുന്ന ആളുകളല്ല. അപ്പോ അതിന്റെ ഒരു ടെൻഷൻ എനിക്കുണ്ട്. ഇനി ഞാൻ എൻ്റെ ഫേസ്ബുക്ക് പേജിൽ ഒരു ലൈവ് ഇടണമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം എന്തുകൊണ്ട് ശോഭമ്മ ഞങ്ങളെ വിളിച്ചില്ല എന്ന് ചോദിക്കുന്ന എത്രയോ ആൾക്കാർ ഇവിടെ ഉണ്ടാവും. അപ്പൊ അതെന്തായിരിക്കും എന്ന് എനിക്കറിയില്ല. ഇതിന്റെ ഒരു ആഫ്റ്റർ എഫക്ട് നോക്കാം. പ്രചാരണം വലിയ രീതിയിൽ പോവുകയാണ്. ഇപ്പൊ എങ്ങനെയുണ്ട് പാലക്കാട്ടെ വോട്ടർമാരുടെ ഭാഗത്തുനിന്നുള്ള പ്രതികരണം എങ്ങനെയുണ്ട്? വളരെ സ്നേഹത്തോടു കൂടിയിട്ടും സന്തോഷത്തോടു കൂടിയിട്ടുമാണ് വോട്ടർമാർ സ്വീകരിക്കുന്നത്. എന്നെ ഏറ്റവും അത്ഭുതപ്പെടുത്തുന്നത്, കഴിഞ്ഞ ദിവസം ഞാനൊരു പഞ്ചായത്തിൽ പോയ സമയത്ത് ആ പഞ്ചായത്തിന്റെ മുൻ പ്രസിഡന്റ് കോൺഗ്രസ്സുകാരനായിരുന്നു, ശ്രീമാൻ ഭാസ്കരൻ. അദ്ദേഹത്തിന്റെ മകൻ, അതുപോലെ തന്നെ ബന്ധുക്കൾ, ഒരുപാട് ആളുകൾ കാത്തു നിൽക്കുന്ന ഒരു കാഴ്ച എനിക്ക് കാണാൻ സാധിച്ചു. ഇന്നിപ്പോ ഞങ്ങൾ പോയത് മാത്തൂരിന്റെ ഭാഗങ്ങളിലും കണ്ണാടിയിലെ വിവിധ പ്രദേശങ്ങളിലുമായിരുന്നു. അവിടെ ഒരു മുൻ MLA സഹോദരൻ ഞങ്ങളെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. പക്ഷേ പറഞ്ഞു ക്യാമറയിൽ വരാറായിട്ടില്ല. അപ്പോൾ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ക്യാമറ എല്ലാവരെയും മാറ്റി നിർത്തിക്കൊണ്ടാണ് ഞങ്ങൾ ആ അകത്തിരുന്നുകൊണ്ട് സംസാരിച്ചത്. അപ്പൊ അവർക്കൊക്കെ BJP എന്ന് പറയുമ്പോൾ അവരുടെ ഹൃദയത്തിനകത്ത് അവർ സൂക്ഷിച്ചിട്ടുണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യത്തിലൂടെയാണ് നമ്മൾ ഈ പാലക്കാട് അസംബ്ലി തെരഞ്ഞെടുപ്പിനെ കാണുന്നത്. മാത്രവുമല്ല, മാർക്സിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ച്, പ്രവർത്തകരെ സംബന്ധിച്ച് അവർക്ക് ഏറ്റവും വികാരപരമായിട്ട് അവർ സമീപിക്കുന്നത് സാധാരണക്കാരുമായി ചേർന്ന് നിന്നുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു ഐഡിയോളജി എന്ന് പറയുന്നത് BJP ആണ്. BJP നേതൃത്വം നൽകുന്ന NDA എന്ന് പറയുന്നത്, ശ്രീമാൻ നരേന്ദ്രമോദി എന്ന് പറയുന്നത് സാധാരണക്കാരനും
അതുപോലെ തന്നെ ഉയർന്ന് നിൽക്കുന്ന ആളുകളും തമ്മിലുള്ള അന്തരം കുറയ്ക്കുന്ന യഥാർത്ഥ സോഷ്യലിസം അത് രാജ്യത്ത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ലീഡറാണ്. അങ്ങനെയുള്ള ഒരു ലീഡർ എപ്പോഴും പദ്ധതികൾ പ്രഖ്യാപിക്കുന്നത് പാവപ്പെട്ടവർക്ക് മുൻഗണന നൽകിക്കൊണ്ടാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ആ യാഥാർത്ഥ്യങ്ങളെല്ലാം തിരിച്ചറിഞ്ഞുകൊണ്ട് മാർക്സിസ്റ്റ് പാർട്ടിയിലെ പ്രവർത്തകരും അതുപോലെ തന്നെ കോൺഗ്രസിലെ വികസനം ആഗ്രഹിക്കുന്ന ആളുകളും 70 വർഷത്തെ ആയുസ്സാണ് പാലക്കാട് നിയോജക മണ്ഡലത്തിന് നഷ്ടപ്പെട്ടിട്ടുള്ളത്. 40 വർഷക്കാലം ഇവിടെ പ്രതിനിധീകരിച്ചത് 40 വർഷത്തിലധികം പ്രതിനിധീകരിച്ചത് ഇവിടുത്തെ കോൺഗ്രസ് ആയിരുന്നു ഈ മണ്ഡലമെങ്കിൽ ഏതാണ്ട് ഒരു 20 വർഷത്തിലധികം ഇവിടെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ MLA മാർ ഉണ്ടായിട്ടുണ്ട്. കേരളത്തെ സംബന്ധിച്ച് പറഞ്ഞാലും 40-30 എന്നുള്ള രീതിയിൽ അത്രയും വർഷങ്ങൾ കേരള ഭരണകൂടത്തിന് 2 മുന്നണികളും നേതൃത്വം നൽകിയിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു കേരളത്തിൽ ഇനി വികസനത്തിന് വേണ്ടി അവർക്ക് തന്നെ വോട്ട് കൊടുക്കാൻ മാത്രം കാര്യങ്ങൾ മനസ്സിലാക്കാത്ത ആളുകളല്ല ഈ പാലക്കാടിലെ ഈ നിയോജകമണ്ഡലത്തിലെ ജനങ്ങൾ എന്ന് ഞങ്ങൾക്ക് ബോധ്യമായിട്ടുണ്ട്. ഞങ്ങൾ എല്ലാ വീടുകളിലേക്കും കയറി ചെന്നുകൊണ്ട് അവരുടെ അരികിലിരിക്കുമ്പോൾ ഞാൻ അവരോട് പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് കേരള നിയമസഭയിൽ എന്തായാലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ അതിശക്തമായി പ്രവർത്തിച്ച സ്ത്രീകൾക്ക് പോലും സീറ്റ് നൽകിയിട്ടില്ല. ഞങ്ങൾ ആദ്യത്തെ ലിസ്റ്റിൽ തന്നെ 6ഓളം സ്ത്രീകൾക്ക് പ്രാതിനിധ്യം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കേരള നിയമസഭയിൽ ഈ മുഴുവൻ പാർട്ടിക്കകത്തും ചിന്തിക്കുന്ന അമ്മമാർക്ക് വേണ്ടിയിട്ട് ശോഭ പോയാൽ പോരെ എന്നുള്ളൊരു ചോദ്യം ഞാൻ ചോദിക്കുന്നുണ്ട്. ഞാൻ പോട്ടെ എന്ന് ചോദിക്കുന്നുണ്ട്. അത് അവർ ഹൃദയപൂർവ്വം സ്വീകരിക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ ജന്മദിന ദിവസം പാലക്കാട് വോട്ടർമാരോട് എന്താണ് പറയാനുള്ളത്? അതായത് പാലക്കാടിന്റെ വികസനം സംബന്ധിച്ച് മറ്റൊക്കെ ഇവിടുത്തെ പാലക്കാടിനോട് എനിക്ക് പറയാനുള്ളത് എത്രയോ വീടുകളിൽ ഒരു പുതിയ ഉടുപ്പില്ലാതെ അല്ലെങ്കിൽ ഒരു പിറന്നാൾ കടന്നു പോകുമ്പോഴും ഒരു വസ്ത്രം വാങ്ങാൻ ഗതിയില്ലാതെ 3 നേരവും ഭക്ഷണം കഴിക്കാൻ ഗതിയില്ലാത്ത ആ ഒരു ബാല്യവും കൗമാരവും യൗവനവും കടന്നു പോകുന്ന ഒരുപാട് ആളുകൾ ഇന്നും പാലക്കാട് നിയോജകമണ്ഡലത്തിനകത്തുണ്ട്, പാലക്കാട് ജില്ലയ്ക്കകത്തുണ്ട്, കേരളത്തിനകത്തുണ്ട്. അപ്പോൾ എനിക്ക് പറയാനുള്ളത് അങ്ങനെ ആരുമില്ലാത്ത ഒരു കേരളം, അതായത് ജീവിക്കാൻ സ്വത്വബോധത്തിൽ ഊന്നി നിന്നുകൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കുന്ന ജനങ്ങൾ സ്വയം പര്യാപ്തരാകുന്ന ഒരു കേരളത്തെയാണ് ഞാൻ സ്വപ്നം കാണുന്നത്. അതിനു വേണ്ടിയിട്ട് ഇനിയും ഒരുപാട് പ്രവർത്തിക്കാൻ തയ്യാറാണ് എന്നാണ് എനിക്ക് പാലക്കാടിലെ ജനങ്ങളോട് പറയാനുള്ളത്. എന്തായാലും അടുത്ത ജന്മദിനം പാലക്കാട്ടെ MLA ആയിട്ട് ഈ വോട്ടർമാർക്കൊപ്പം ഈ ജനങ്ങൾക്കൊപ്പം ആഘോഷിക്കാൻ സർവേശ്വരൻ അനുഗ്രഹിക്കട്ടെ. ജനം TVയുടെ ഭാഗത്തുനിന്നും എല്ലാവിധ ജന്മദിന ആശംസകൾ അറിയിക്കാം. മണ്ഡലം ടീം ഒരു ഉപഹാരം കൂടി പാലക്കാട് MLA ആയി ഞങ്ങളുടെയൊക്കെ MLA ആയിട്ട് ചെയർമാൻ അതുപോലെ തന്നെ നഗരസഭാ ചെയർപേഴ്സൺ ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ ഈ ഒരു ജന്മദിനത്തിന്റെ ആഘോഷത്തിന്റെ ഭാഗമായിട്ട് താങ്ക് യു. ഇരിക്കോട്ടോ, കൈ കഴിയിട്ട് എല്ലാവരും പത്രക്കാരെ പറഞ്ഞു. ഇതൊക്കെ ആരുടെയാ മൈക്കുകള്?